അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. പന്തളം സ്വദേശികളായ സബിൻ, വിഷ്ണു, ആദർശ്, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിഷ്ണു, ആദർശ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ്. അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് പാഞ്ഞ് കയറുകയായിരുന്നു. ശ്രീ കെ അഭിലാൽ സംഭവ സ്ഥലത്ത് നിന്നും നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, എപ്പോഴാണ് അപകടം ഉണ്ടായത്? ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? അടൂർ ബൈപ്പാസ് ആണ്, അതായത് പന്തളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന ഈ പാതയിൽ പുലർച്ചെ 3:45 ഫാത്തിമ സൂപ്പർ മാർക്കറ്റിന് മുൻവശത്താണ് അപകടം ഉണ്ടായത്. എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ KRS എന്ന പാഴ്സൽ സർവീസിൻ്റെ ഇതാണ് ലോറി. ഈ ലോറിയിലേക്ക് എതിർ ദിശയിൽ തിരുവനന്തപുരത്തു നിന്നും പന്തളത്തേക്ക് പോയ പന്തളം സ്വദേശികളായിട്ടുള്ള 4 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ വന്ന് ഇടിക്കുകയായിരുന്നു. കാർ അമിത വേഗത്തിലായിരുന്നു. ഒപ്പം തന്നെ ഡ്രൈവറായിട്ടുള്ള സൂരജ് എന്നുള്ള ആൾ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ വിവരം അറിഞ്ഞ് ആദ്യം എത്തുന്നത് ഫയർഫോഴ്സ് സംഘാംഗങ്ങളാണ്. ഈ ഇടിയുടെ ആഘാതത്തിൽ ലോറി റോഡിലേക്ക് കുറുകെ മറിയുന്നു. ഒപ്പം തന്നെ കാർ പരിപൂർണമായി തകർന്നു പോകുന്നു. കാറിനുള്ളിൽ അകപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ 4 പേരെയും ഫയർഫോഴ്സ് സംഘാംഗങ്ങളാണ് എത്തി പുറത്ത് എടുക്കുകയും പിന്നീട് ആംബുലൻസിൽ അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. 4 പേർ എന്ന് പറയുമ്പോൾ പന്തളം സ്വദേശികളായിട്ടുള്ള സൂരജാണ് വാഹനം ഓടിച്ചത്. ഒപ്പം തന്നെ സഹയാത്രികരായിട്ടുള്ള സബിൻ, ആദർശ്, വിഷ്ണു എന്നിവർക്കും പരിക്കേറ്റു. ഇതിൽ സബിൻ്റെ നില മാത്രമാണ് നിലവിൽ ഭദ്രമായിട്ടുള്ളത്. അദ്ദേഹത്തിനോടൊപ്പമുള്ള സുഹൃത്തുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കുഴപ്പമില്ല. ബാക്കി പരിക്കേറ്റ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. സംസാരിച്ചിരുന്നു. ഒന്ന് എൻ്റെ അയൽവാസിയാണ് പറന്തലുള്ള. ഈ ആദർശിനെ കൊണ്ടുവിടാൻ വേണ്ടിയാണ് ഇവർ വന്നത്. ആദർശൻ എന്ന് പറഞ്ഞാൽ കാലും കൈയും നല്ല രീതിയിലുള്ള ഒടിവുണ്ട്. തലയ്ക്ക് പൊട്ടലുണ്ട്. ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് ആദർശിനെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൂടി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ്. സാധാരണ 3:45 സമയം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നല്ല രീതിയിൽ ഉറക്കം വരുന്നൊരു ടൈമാണ്. അത് ഏത് ഡ്രൈവറാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ വണ്ടിയുടെ ആണോ കാറിൻ്റെ ആണോ എന്ന് പറയാൻ ദൃക്സാക്ഷികളായിട്ട് ആരും ഇല്ലല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കാർ അമിത വേഗതയിൽ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഒരു സ്പെയർ പാർട്സ് സ്ഥാപനം സ്പെയർ പെയിൻറ്റിംഗ് സ്ഥാപനം നടത്തി വരുന്ന യുവാക്കളായിരുന്നു. അവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ അപകടം ഉണ്ടായത്. സബിൻ മുൻസീറ്റിൽ ഇടതുവശത്തെ യാത്രക്കാരനായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു. അദ്ദേഹം ഉറക്കത്തിലായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സബിൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് സബിനും കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. സൂരജാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പറയുന്നു. അതേസമയം തന്നെ പാഴ്സൽ സർവീസിൻ്റെ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഈ അപകടത്തിൽ കാര്യമായ പരിക്കില്ല. ലോറി റോഡിന് കുറുകെ മറിഞ്ഞതിനെ തുടർന്ന് ബൈപ്പാസിൽ ഉണ്ടായ ഗതാഗത തടസ്സം രാവിലെ 4:50 പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റവർക്ക് തീവ്രപരിചരണ വിഭാഗത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് 3 പേർ. അവരുടെ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ. ശരിയാണ്.